കിട്ടത്തില്ല, കുഞ്ഞിനെ കിട്ടത്തില്ല. ഒരു അമ്മയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സ്വന്തം കുഞ്ഞിനെ കിട്ടില്ല എന്ന് ആര് പറഞ്ഞാലും ശരി തന്നെ. ഒരു ഡോക്ടറായാലും ശരി, മറ്റുള്ളവർ പറഞ്ഞാലും നമ്മൾ ഇത്രയും വളർത്തി പളുങ്കുപോലെ ഇത്രയും വലുതാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മുടെ കുഞ്ഞിനെ കിട്ടില്ല എന്ന് പറയുമ്പം ഒരിക്കലും ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാവുന്നതിന് അപ്പുറമായിരുന്നു. ആ സംസാരത്തിൽ നിന്നിട്ടാണ് എൻ്റെ കുറേ ഫ്രണ്ട്സും, മോള് ഭയങ്കര ക്രിസ്ത്യൻ വിശ്വാസിയായിരുന്നു, അവൾ പഠിച്ചത് ക്രിസ്ത്യൻ കോളേജിലുമായിരുന്നു. അപ്പോൾ അവൾ ഈ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ഫുൾ ടൈം കർത്താവിനെ ഇങ്ങനെ മനമൊരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ അടുത്ത് കൃപാസനത്തിലെ അമ്മയെ ഞങ്ങൾ ഈ യൂട്യൂബിൽ കൂടിയാണ് കണ്ട് മനസ്സിലാക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മൊത്തവും കർത്താവിനെ വിളിച്ചിട്ടാണ് അവളുടെ പ്രാർത്ഥന ഫുൾ ടൈം. അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, മോളെയും കൊണ്ട് നമുക്ക് പള്ളികളിൽ കൊണ്ടുപോകാം. അങ്ങനെ ഞാൻ മോളെയും ഈ തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് കാറിനുള്ളിൽ ഇരുത്തി ഞങ്ങൾ പള്ളികളിൽ പോയി. പള്ളിയിൽ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ എല്ലാ അച്ഛന്മാരും വന്നിട്ട് മോളുടെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചിട്ട് പറയും, ഒന്നും വരത്തില്ല മോളെ, നിനക്കൊന്നും വരില്ല, നീ പെട്ടെന്ന് റിക്കവറായി വരും. അവരുടെ ആ വാക്കുകളിലാണ് ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ മുറുകി പിടിച്ചിരുന്നത്. പിന്നെ കിട്ടുന്ന സമയം മൊത്തം ഞങ്ങൾ പള്ളിയിൽ പോയി അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അറിയില്ല, എന്നാലും നമ്മുടെ രീതിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം എന്ന്. അങ്ങനെ കോവിഡ് സമയമായതുകൊണ്ട് ഞങ്ങൾ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്തായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം എന്നിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ 2022 നവംബറിൽ ഇവിടെ കൊണ്ടുവന്നായിരുന്നു 12th. കഴിഞ്ഞ നവംബർ മാസം 12 ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു.